ഇപ്പൊ നേരത്തെ പറഞ്ഞ വിനായകൻ എന്ന് പറയുന്നത് ഇന്ന് ഒരു നാഷണൽ സ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് തമിഴ് സിനിമയുണ്ട്, തെലുങ്ക് സിനിമയുണ്ട്, അതുണ്ട്. മറ്റുള്ള ഇപ്പം സൈജു കുറുപ്പാണെങ്കിൽ പോലും ആട് 1 ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സൈജു കുറുപ്പല്ല ഇന്ന്. ഇന്ന് നായക ഇന്ന് നടനാണ്. നായക നടനാണ്, ഏറ്റവും ബിസി ആയിട്ടുള്ള നായക നടനാണ്. അപ്പം സൈജുവിന് 3 പടം മാറ്റി വെക്കേണ്ടി വരും ആടിന് ഡേറ്റ് തരണമെങ്കിൽ. അപ്പൊ അത്രയും ദിവസം നമുക്ക് എടുക്കാന്നുള്ള ഒരു ചലഞ്ച് വിനായകൻ്റെ സൈജുണ്ട്. ഇപ്പം ഇതിനകത്തുള്ള ഓരോ ആക്ടേഴ്സും ഇപ്പൊ കോമഡി, അപ്പം ഇന്ദ്രൻ സേട്ടൻ ഇന്ന് 1 ഇറങ്ങിയപ്പോഴോ 2 ഇറങ്ങിയപ്പോഴുള്ള ഇന്ദ്രൻ സേട്ടൻ അല്ല, ഹോം കഴിഞ്ഞിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ അല്ലേ. ഇന്ദ്രൻ സേട്ടൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ, അല്ലെങ്കിൽ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു നടനാണ്. അത്രയും തിരക്കുണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ. നമ്മുടെ പ്രശ്നം എന്തായിരുന്നു, ഇന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ മുടി ഫ്രണ്ടിൽ നിന്ന് ഷേവ് ചെയ്താൽ മാത്രമേ ആ വിഗ് വെക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം ആടിന്റെ ഷൂട്ട് കഴിയാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇന്ദ്രൻ ചേട്ടൻ പേട്രിയോട്ടിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ദ്രൻ ചേട്ടനെ ഫുൾ പ്രോസ്തറ്റിക്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ പ്രോസ്തറ്റിക്സിലാണ്. അപ്പൊ പിന്നെ ചെലവ് കൂടാണ്. അല്ല, ചെലവ് കൂടുന്ന മാത്രമല്ല, അതിന്റെ ടൈം ലൈൻസ് ഉണ്ട്. നമ്മൾ പ്രോസ്തറ്റിക്സ് ചെയ്യുമ്പോൾ ആട് ഔട്ട്ഡോർ ആയതുകൊണ്ട് ഒരു 3 hours കൂടുതൽ നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ 3 hours ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സിമം അദ്ദേഹത്തിന് പെട്ടെന്ന് ഷൂട്ട് കഴിഞ്ഞ ഉടനെ AC കൊണ്ടിരുത്തുക, വിയർക്കാതിരിക്കാൻ നോക്കുക. അപ്പൊ അതും മാനേജ് ചെയ്യണം. അതും അപ്പൊ 6 months അല്ലെങ്കിൽ 10 months ആണ് എന്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് പോയത്. 10 മാസം. 10 മാസം എടുത്തിട്ടാണ്. അല്ല, 6 ബ്രേക്ക് ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. കാരണം ലുക്ക് മാറ്റണം, ലുക്ക് മാറാനുണ്ട്. ഈ കാലഘട്ടത്തിലേക്ക് വരികയും ഈ മഴ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് മെയ് തൊട്ടിട്ട് ഡിസംബർ വരെ മഴ പെയ്ത വർഷം. എത്ര മഴ പെയ്തു. അപ്പം നമുക്ക് ഇൻഡോർ പോർഷൻസ് എന്ന് പറയുന്നത് ആടിൽ ലെസ് ദാൻ 10% ആണ് ഇൻഡോർ പോർഷൻസ് എന്ന് പറയുന്നത്. എല്ലാം ഔട്ട്ഡോർ ആണ്. അത് മെയിൻലി ഈ പഴയ കാലം കുറെ കാടുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കെന്ന് പറഞ്ഞാൽ 4:30-5 മണിയാകുമ്പോൾ ഇരുട്ടാണ്. അപ്പൊ ലൈറ്റ് പോവാണ്. ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ ദിവസങ്ങൾ നമുക്ക് കൂടുതൽ വേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ, ഇതെല്ലാം വരുന്നത് പ്രൊഡക്ഷന്റെ ഹെഡിലേക്കാണ്. അപ്പൊ ഇത് ആദ്യം നമുക്ക് ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുക, അവരുടെ ഡേറ്റ് മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ഇഷ്യൂ, പിന്നെ ലൊക്കേഷൻ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു ഇഷ്യൂ. ഇപ്പൊ പാലക്കാടാണ് ഷൂട്ട് ചെയ്യുന്നത്. പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു ഗ്രൗണ്ട് കാണും. ആ ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ സെറ്റ് ഇടുന്നത്. നാളെ അത് കായല. മഴ പെയ്തു കഴിഞ്ഞാൽ, ഡാം തുറന്നു കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം നിറയും. അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങള് ഒരു സെറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലം മഴ പെയ്ത് നമ്മുടെ മുമ്പിൽ അതൊരു ഒഴുക്കുള്ള വാട്ടർ ബോഡി ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വാട്ടർ ബോഡി പിന്നെ നമുക്കത് വേണമെങ്കിൽ ഡാം തുറക്കണം, ആ വെള്ളം പോണം. ആ ഡാം തുറക്കാൻ വേണ്ടി നമുക്ക് ഗവൺമെന്റിനോട് പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്, ഡാം തുറക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അതിന്റെ നാച്ചുറൽ പ്രോസസ്സിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം അത് തുറന്നതിന് ശേഷം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട്. അത്രയും അപ്പം ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു എനിക്ക് ഇപ്പം മഴ പെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സങ്കടം വരും. കാരണം ഇത് 17 നമ്മൾ ഓപ്പൺ ടെറൈനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അല്ലെ. ഓപ്പൺ ടെറൈനിൽ നമ്മളിപ്പോൾ വൈറ്റ് ഷോട്ടും അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടും ഒക്കെ എടുക്കുമ്പോൾ വേറെ ഒന്നും വെക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ടെന്റുകളും എല്ലാം വെച്ചിരിക്കുന്നത് കുറെ അപ്പുറത്താണ്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മഴ പെയ്യുമ്പോൾ നമ്മുടെ സങ്കടം എന്ന് പറയുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ എങ്ങനെ അവരിപ്പം ആ കാലഘട്ടത്തിൽ ഒരു ഉടുപ്പ് പോലും ഇല്ലാതായിരിക്കും നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഇവര് ഓടുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാനേജ് ചെയ്യാനായിട്ട് പല സംവിധാനങ്ങളും ഈ സെറ്റിനോടൊപ്പം തന്നെ ചെയ്തു വെച്ചു. ലൈക്ക് ഈ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഓല കാണുന്ന, അപ്പം അവർക്ക് പെട്ടെന്ന് നിൽക്കാനായിട്ട് ആ ഷെഡിലേക്ക് വന്ന് നിൽക്കാനുള്ള പരിപാടികൾ വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ആടിൽ വന്നിട്ടുണ്ട്. ഒരു ബുക്ക് എഴുതാനുള്ള കഥകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചെങ്കിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. എത്ര ദിവസം ഡേയ്സ് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ എത്ര ദിവസം ഷൂട്ട് ചെയ്തു? 127 127 ദിവസം. 10 മാസം 127 ദിവസം. റിലീസിലേക്ക് വരികയാണെങ്കിൽ ടോക്സിക്, ദുരന്തർ 2, ആട് 3, പിന്നെ തമിഴിൽ നിന്ന് നെല്ലയ്ക്ക്. ഇപ്പൊ ഏയ്ക്കിടയിൽ ഒരു യു.
നെല്ലൈക്കയും വരുന്നുണ്ട്, ലവ് ഇൻഷുറൻസ് കോർപ്പറേഷനും വരുന്നുണ്ട്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ, വിഘ്നേഷ് ശിവൻ തമിഴ് പടവും ആ. ആ ഡേറ്റിനാണ് പറഞ്ഞിരുന്നത്. ഉം. മാർച്ച് 19 അല്ലേ? മാർച്ച് 19. ഭയമുണ്ടോ? അല്ല, നമ്മൾ കണ്ടന്റിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഭയം എന്നുള്ളതല്ല പറയുന്നത്. നമുക്ക് ആങ്സൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ തിയേറ്റേഴ്സ് കിട്ടുമോ? അല്ല, അതായത് നമുക്കൊരു ചിലപ്പോൾ ചില നല്ല കണ്ടന്റുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ഫ്രീ റൺ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് ഏത് പ്രൊഡ്യൂസറും ആഗ്രഹിച്ചു. ഇപ്പൊ പടക്കളം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പൊ സന്ദീപിന്റെ തന്നെ സിനിമ വെച്ച് നമ്മൾ എക്കോയ്ക്ക് കിട്ടിയൊരു ഫ്രീ റൺ കിട്ടിയില്ല. കാരണം തുടരത്തിന്റെ ഇടയിലും പ്രിൻസിന്റെ ഇടയിലും ആണ് പ്രിൻസ്, നരിവേട്ട, തുടരും ഏറ്റവും പീക്ക് സീസണിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. അപ്പം കുറച്ചും കൂടെ ഒക്കെ അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് വിശ്വസിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. അപ്പം നമ്മൾ മറ്റുള്ള ചില സിനിമകൾക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടുമ്പോൾ നമുക്ക് ആ സ്പേസ് അത് നമുക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതേപോലെ ഞാൻ ആടിന് ആഗ്രഹിച്ചിരുന്നു. അപ്പം ആട് ആദ്യം ക്രിസ്മസിൽ ഇറങ്ങാനിരുന്ന സിനിമ. അപ്പൊ ഈ മഴ കാരണമാണ് ക്രിസ്മസിൽ നിന്ന് മാറിയത്. അവിടെ സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല. അങ്ങനെയാണ് മാർച്ച് 19 വരുന്നത്. അത് നേരത്തെ അറൈവ് ചെയ്തതാണ്, നമ്മൾ അനൗൺസ് ചെയ്തത്. അപ്പം മാർച്ച് 19 വരുമ്പോൾ തന്നെ നമ്മൾ പല ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് 19 എന്ന് പറയുന്ന ഡേറ്റ് എടുക്കുന്നത്. ബിക്കോസ് നമ്മുടെ ആൻഡോ ജോസഫ് അല്ലെങ്കിൽ ആന്റണി ചേട്ടൻ പോലുള്ളവരുമായിട്ട് നമ്മൾ വിളിച്ചിട്ട് എങ്ങനെ പാട്രിയോട്ട് എന്നാ, ദൃശ്യം എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരും ചിലപ്പം നമ്മനെ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. ആൻഡോ പറയും ഡിയർ ചിലപ്പം ഇതായിരിക്കും, എന്തായാലും 19 ഉണ്ടാവോ എന്ന് ചോദിക്കും. ഇതല്ലേ, ഇല്ല 19 ഉണ്ടാവില്ല. അല്ല, അത് കഴിഞ്ഞ് 2 ആഴ്ച ഉണ്ടാവോ എന്നാണ്, ഇല്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന സിനിമകൾ, അതായത് അതിനൊരു സ്പേസ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പോയി അങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ അവർ ഇങ്ങോട്ട് വിളിക്കും, അവിടെ തന്നെ ആന്നേ, ഇനി അങ്ങോട്ട് വരരുതേ, അങ്ങനെയൊക്കെ ഉള്ള ചർച്ചകളിൽ നമ്മളൊരു ഡേറ്റ് ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ദുരന്തർ 2, അപ്പൊ ദുരന്തർ 1 ഇറങ്ങിയിട്ടില്ല, അപ്പൊ ദുരന്തർ ഉണ്ട് എന്നുള്ളത് അറിയുന്നു. അപ്പം നമ്മൾ ദുരന്തർ ഉണ്ടോ, ഓക്കെ നമുക്ക് ഇരിക്കാം. ടോക്സിക് മുമ്പ് അനൗൺസ് ചെയ്തിരുന്നുവെങ്കിലും അത് മാറാതിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ പറഞ്ഞു കേട്ടിരുന്നു. ശരി, ദുരന്തർ പിന്നെയാണ് വന്നത്. അപ്പൊ ടോക്സിക് വന്നാൽ ഓക്കെ, അതും രണ്ടും സെപ്പറേറ്റ് ജോണറാണ്, നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ബഡ്ജറ്റ് കയറുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാവുക സ്വാഭാവികമാണ്, വേറൊന്നും കൊണ്ടല്ല. അത് ആ സിനിമ അങ്ങനെ ഒരു സ്പേസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല സിനിമയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും ഏത് രീതിയിലും വിജയിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് പോകണം. പിന്നെ ഇത് കഴിഞ്ഞ വർഷം മഴ പെയ്തത് കൊണ്ട് തന്നെ, വലിയ രീതിയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ കുറേ സിനിമകളിടില്ല. അല്ലെങ്കിൽ ക്രിസ്മസിന് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ, അല്ലെങ്കിൽ യു ലുക്ക് അറ്റ് ഒക്ടോബർ ടു ഡിസംബർ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതെല്ലാം പ്രൊഡക്ഷൻ തീരാത്തത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ വളരെ കുറച്ച് സീസണുകളേ ഉള്ളൂ. ഈ മഴ കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഈ സ്കൂൾ അവധി, അത് കഴിഞ്ഞാൽ കുറച്ച് ഓണം കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഫെസ്റ്റീവ് സീസൺ എന്ന് പറയുന്നത്, പിന്നെ ക്രിസ്മസ്, ഇത്രയേ ഉള്ളൂ. അപ്പം വിഷു. അപ്പം ഈ കുറേ സിനിമകൾ ഒരുമിച്ച് റെഡിയാവുകയും എല്ലാവർക്കും എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സിനിമ ഇറങ്ങാത്തിടത്തോളം കാലം അത്രയും നാൾ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത് ഹോൾഡ് ചെയ്യാണ്. ആ പൈസ തിരിച്ചു വരണമെങ്കിൽ ഇത് ഇറങ്ങണം. അപ്പം എത്രയും വേഗം ഇറങ്ങുക. അപ്പം ഈ സ്കൂൾ അവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണം ഓൾറെഡി ആളുകൾ കർച്ചീഫ് ഇട്ട് കഴിഞ്ഞു.